ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു മാസം വൃശ്ചികം ഏകദേശം അവസാനിക്കാൻ ഇപ്പോൾ കുറച്ചും കൂടി നാളുകളേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വൃശ്ചികം മാസമായി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മലയ്ക്ക് പോകുന്ന ഒരു സമയമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെയാണ് നമ്മളിവിടെ അടുത്തുള്ള എല്ലാ അമ്പലങ്ങളിലേക്കും പോകാറ്. നമ്മുടെ തട്ടകത്തുള്ള അമ്പലവും അതുപോലെ അടുത്തുള്ള അമ്പലങ്ങൾ, അയ്യപ്പൻ്റെ അമ്പലങ്ങളിലേക്കൊക്കെ ഈ ഒരു സമയത്താണ് കേട്ടോ പോവാറുള്ളത്. നല്ലൊരു തണുപ്പും കാറ്റൊക്കെ ആണെങ്കിൽ പോലും ഈ ഒരു മാസത്തിൽ എല്ലാവരും തന്നെ നേരത്തെ നനച്ച് കുളിക്കലും ആ ഒരു ശരണം വിളിയും അയ്യപ്പ പാട്ടുകളും എല്ലാവരും മലയ്ക്ക് പോകുന്ന തിരക്കിലൊക്കെ ആയിരിക്കും. ഞങ്ങളുടെ തട്ടകത്ത് അമ്പലമായ വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് പോയത്. അപ്പോൾ ഈ ആഴ്ച നമ്മൾ വിചാരിച്ചു നമ്മുടെ ഇവിടെ ചെറുതൂരത്ത് തട്ടകത്ത് അമ്പലം തന്നെയാണ്, അപ്പോൾ നമ്മൾ കോഴിമാമ്പറമ്പിലേക്കും കൂടി പോവാമെന്ന്. ഈ ഒരു അമ്പലമാണ് കേട്ടോ നമ്മുടെ തട്ടകത്ത് അമ്പലമായിട്ട് പറയണത്. അതായത് നമ്മുടെ തൊഴുപ്പാടം വഴി നമ്മൾ അത്രയും ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. വാഴാലിക്കാവിനെ കുറിച്ചിട്ട് അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. അപ്പം നമ്മുടെ വാഴാലിക്കാവും അതുപോലെ തന്നെ ചെറുതുരുത്തിയിലുള്ള കോഴിമാമ്പറമ്പ് അമ്പലം രണ്ടും ഭഗവതി ക്ഷേത്രം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ കോഴിമാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകാനാണ് കേട്ടോ റെഡി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റ രാത്രിയിൽ സോക്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കിടന്നുറങ്ങിയത്. ഭയങ്കര തണുപ്പാണ്. രാത്രി ആയാലും രാവിലെ ആയാലും ഒരു 7 മണി 7:30 വരെയൊക്കെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. പക്ഷേ എത്ര തണുപ്പാണെങ്കിൽ പോലും നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് രാവിലെ നീച്ച് കുളിക്കാൻ ഒരു മടിയില്ല. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ രാവിലെ നീച്ച് കുളിക്കണത്. അതിപ്പോൾ പച്ചവെള്ളം എന്നോ ചൂടുവെള്ളം എന്നോ അങ്ങനെ ഒന്നുമില്ല, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു രാവിലെ കുളിക്കാൻ. വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നൂൽപ്പെട്ടും കുറുമക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സനു ഇതാ നൂൽപ്പെട്ടും പപ്പടം കൂടിയിട്ടാണ് കേട്ടോ കഴിക്കണത്. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റ് ഇതിന്ന് കടല മാത്രം പെറുക്കി എടുത്തിട്ടാണ് കേട്ടോ കഴിക്കണേ. ഈ ഒരു വീഡിയോ കഴിഞ്ഞ ഞായറാഴ്ച എടുത്തതാണ് കേട്ടോ. അതായത് നമ്മുടെ ഗാലറിയിൽ പെൻഡിങ് കിടക്കുന്ന വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ വീഡിയോസ് ഒരുപാട് ഇങ്ങനെ എടുത്തു കൂട്ടും, പക്ഷെ നമുക്ക് ഓരോ വീഡിയോസും എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടാറില്ല കേട്ടോ. ഓരോരോ തിരക്കിലും ഒക്കെ പെട്ട് പോകുമ്പോൾ നമുക്കത് എഡിറ്റ് ചെയ്യാനുള്ള ടൈം തീരെ കിട്ടുന്നില്ല. കിട്ടുന്ന ഗ്യാപ്പിലാണ് കേട്ടോ ഞാൻ ഓരോ വീഡിയോസും വേഗം വേഗം എഡിറ്റ് ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ 1-2 വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് പ്രൈവറ്റ് ആക്കിയിട്ട് ഇടുക, അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. പ്രധാന കാരണം രാവിലത്തെ ഈ ഒരു മഞ്ഞാണ് കേട്ടോ. എന്താ പറയുക, ഒരു 7-8 മണി ആയാലും ഈ ഒരു തണുപ്പിന് കുറവുണ്ടായിരിക്കില്ല. രാവിലെ നേരത്തെ നീച്ചുള്ള കൂളിയും ആ ഒരു മഞ്ഞ് കൊണ്ടാൽ തന്നെ നമ്മുടെ ശബ്ദമൊക്കെ ആകെ പോവും. രാവിലെ ഒന്ന് എഡിറ്റ് ചെയ്യാനേ പറ്റുന്നില്ല കേട്ടോ. ശബ്ദം ചില സമയത്ത് ഇല്ലാത്ത അവസ്ഥയാണ്. എന്തൊരു തണുപ്പാണല്ലേ. പിള്ളേർക്കൊക്കെ രാവിലെ നീക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. സാനുക്കുട്ടിയാണ് 7:30 ആയാലും നീക്കില്ല. പിന്നെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അതിപ്പോൾ എത്ര നേരത്തെ ആണെങ്കിലും നീക്കും. ഞങ്ങളുടെ സ്വന്തം വണ്ടിയായ കാരണം കുറച്ച് ഫാഷൻ ഷോ ഒക്കെ കാണിച്ചിട്ടാണ് കേട്ടോ പോണത്. കുഞ്ഞാറ്റ അതാ 2 കണ്ണട എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ വണ്ടിയിൽ ഇരിക്കുമ്പോൾ കണ്ണടയൊക്കെ വെച്ച് നോക്കിയിട്ടൊക്കെ എൻ്റെ പോണത്. അപ്പോൾ അതാ എൻ്റെ അച്ഛനും അമ്മയും അമ്മമ്മയും പിന്നെ അനിയനാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് നമ്മളെല്ലാവരും കൂടിയിട്ട് അതിൻ്റെ മുന്നത്തെ ആഴ്ച പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അവരാരും ഇല്ലാത്തത്. ഏട്ടനാണെങ്കിൽ പിന്നെ ഒരു ഞായറാഴ്ച കിട്ടിയാൽ മതിയല്ലോ, കളിക്കാൻ പോവുക. ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനൊക്കെയാണ് ഏട്ടൻ പോയിട്ടുള്ളത്. അങ്ങനെ ദേ നമ്മൾ കോഴിമാമ്പറമ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല വിളക്കിനൊക്കെയുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഇവിടെ വിളക്കാണ്, അയ്യപ്പൻ വിളക്കാണ്. അപ്പോൾ അതിൻ്റെ പന്തലാണ് കേട്ടോ പണിതുകൊണ്ടിരിക്കുന്നത്. ഈ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ പഠിച്ച സ്കൂളും. അപ്പോൾ 10th പഠിക്കുമ്പോൾ നമ്മൾ ഡെയിലി ഇവിടെ അമ്പലത്തേക്ക് വരികയായിരുന്നു. എന്താ പറയുക, ബെല്ലടിക്കുന്നതിന് മുന്നേ കയറിയാൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ തൊഴുതതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ക്ലാസ്സിൽ തന്നെ കയറാറുള്ളത്. അതൊക്കെ ശരിക്കും വലിയൊരു ഓർമ്മ തന്നെയാണ്. എന്താ പറയുക, നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇവിടേക്ക് വന്നപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഴയതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ചിലപ്പോൾ നമ്മൾ അത്രയും നേരം വൈകിട്ടായിരിക്കും, അതായത് 8:45-9 മണിക്ക് ആവട്ടെ ചിലപ്പോൾ സ്കൂളിൽ എത്തിയിട്ടുണ്ടാവുക. അതിനുശേഷം നമ്മൾ അമ്പലത്തിലേക്ക് വന്ന് തിരിച്ച് പോകുമ്പോൾ ഗേറ്റിൻ്റെ അവിടെയൊക്കെ എത്തുമ്പോഴാവും ചിലപ്പോൾ അസംബ്ലിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ അവിടെ നിന്ന് സ്റ്റോപ്പ് ആവണതൊക്കെ നല്ലൊരു ഓർമ്മയുണ്ട്. അതൊക്കെ ശരിക്കും ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. അതൊക്കെ നമ്മുടെ ആ സ്കൂൾ കാലഘട്ടം വല്ലാത്തൊരു ഫീൽ തന്നെയാണ് അല്ലേ. അതിനി ഒരിക്കലും തിരിച്ച് കിട്ടില്ലല്ലോ. പക്ഷെ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ മക്കൾ എൻ്റെ സനിയൊക്കെ പറയും, അയ്യോ ഇന്ന് സ്കൂൾ വേണ്ട, വെള്ളിയാഴ്ച ആയാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ശനി ഞായർ സ്കൂളില്ലല്ലോ. പക്ഷെ നമ്മൾക്കതൊന്നും ആവാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഒരു ഏജൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചെറുപ്പം കിട്ടാനല്ലേ എല്ലാവരും ആഗ്രഹിക്കുക. പക്ഷെ ചെറുപ്പക്കാരാണെന്ന് അവർക്ക് നമ്മളെപ്പോലെ വലുതാവാനും എന്താണല്ലേ. സനക്കുട്ടി ഇതേ നല്ല സുന്ദരി കുട്ടിയായിട്ട് അവൾ തന്നെയാണ് കേട്ടോ റെഡി ആയിരിക്കുന്നത്. ക്ലിപ്പൊക്കെ ഇട്ട് പുതിയ എന്താ പറയുക, എവിടേക്കെങ്കിലും പോകുമ്പോൾ നമ്മുടെ സനു തന്നെയാണ് കേട്ടോ ഇപ്പോഴൊക്കെ ഏകദേശം ഒരുങ്ങാറുള്ളത്. എന്താ അവൾ ചെയ്ത് സെറ്റ് അല്ലെങ്കിൽ മാത്രമാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളൂ.
കുഞ്ഞാറ്റ ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പ് 1ാം ബർത്ത്ഡേക്ക് അവൾക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഉടുപ്പ് തന്നെ നമ്മുടെ സാനു കഴിഞ്ഞ വർഷം അവൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾക്ക് ഇറക്കം കുറവാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോ ഒരുപാട് തിരഞ്ഞ് സെർച്ച് ചെയ്തിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഈ സൈഡിൽ കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞങ്ങൾ കോഴിമാപറമ്പിൽ എത്തിയപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതുവരെ എടുത്തതിൽ വെച്ചിട്ട് ഈ ഒരു ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. എന്താണെന്നറിയില്ല, എല്ലാവരും കറക്റ്റ് ആ ഒരു പൊസിഷനായിട്ട് നിന്നു. അതായത് ഇപ്പോൾ സനു ആയാലും കുഞ്ഞാറ്റയായാലും ഞാനായാലും കറക്റ്റായിട്ട് ക്യാമറയിലേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അല്ലാത്തപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്ത സനു ആണെങ്കിൽ ഒന്ന് അങ്ങോട്ട് ചെരിഞ്ഞിട്ടും കുഞ്ഞാറ്റയാണെങ്കിൽ ഇങ്ങോട്ടും വാശി പിടിച്ചിട്ടും കരഞ്ഞിട്ടൊക്കെയാണ്. ഫോട്ടോ കറക്റ്റായിട്ട് കിട്ടാറില്ല. പക്ഷേ എനിക്ക് എന്തോ ഈ ഒരു ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. കോഴിമമ്പറമ്പ് ക്ഷേത്രത്തിലൊക്കെ തൊഴുതതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് അകമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഇതിപ്പോൾ ഒട്ടുമിക്ക പേർക്കും അറിയുന്നുണ്ടാവും അകമല ക്ഷേത്രം. നമ്മൾ ചെറുതുരുത്തിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ വാഴക്കോട് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം ഉള്ളത്. അയ്യപ്പൻ്റെ ക്ഷേത്രമാണ് കേട്ടോ ഈ ഒരു അകമല. അതുകൊണ്ട് തന്നെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ എള്ളുതിരിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആദ്യം അവിടെ നിന്ന് സ്റ്റാർട്ടിങ്ങിൽ അവിടെ പോയപ്പോൾ ഞാൻ വിചാരിച്ചത് എല്ലാവരും തേങ്ങയിൽ ഈ ഒരു എള്ളുതിരി വെച്ചിട്ട് വന്നപ്പോൾ ഇതാണ് എള്ളുതിരി കഴിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മൾ അവിടെ ചോദിച്ചപ്പോഴാണ് ഇതിന് നീരാഞ്ജനം എന്നാണ് പറയുകയെന്ന് മനസ്സിലായത്. പുഷ്പാഞ്ജലിയും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ സ്വാമിമാരെല്ലാവരും മലയ്ക്ക് പോയി വന്നതിന് ശേഷം ഇവിടെ മാല ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഇതാ അനിയൻ ഓട്ടോറിക്ഷയിൽ തൂക്കാൻ വേണ്ടിയിട്ട് നല്ല കുഞ്ഞ് ചെണ്ടയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയ ഫുഡ് അത് മെയിനാണല്ലോ. അത് അമ്പലമെന്നോ വീടെന്നോ അങ്ങനെ ഒന്നുമില്ല. എവിടെ പോയാലും ഞങ്ങൾക്ക് ഫുഡ് വേണം, ഫുഡ് അത്രയേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മൾ ഷെയ്ക്കും പപ്സും ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം വാങ്ങണം, ജ്യൂസ് വാങ്ങണം എന്നൊക്കെ. അപ്പോൾ അതാ കുഞ്ഞാറ്റി വണ്ടിയിൽ ഇരുന്നിട്ട് സനു പറയുന്നത് കേട്ടിട്ട് സോസ് ഷെയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് മാത്രമാണ് കേട്ടോ ഞാൻ ഷെയ്ക്ക് വാങ്ങിയിട്ടുണ്ടെന്ന്. സോറി, ഷെയ്ക്കല്ല, അവിൽ മിൽക്കാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവരെ നമ്മുടെ സനൂനെയും അനിയനെയും പപ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മമ്മയും കൂടിയിട്ട് ചായയാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഒരു അവിൽ മിൽക്കും കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കഴിച്ചിട്ട്. എല്ലാവരും എന്നല്ല, ഞാനും സനുവും കുഞ്ഞാറ്റയ്ക്കൊക്കെ ഒരു നുള്ളു മാത്രമാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാ 4 പപ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പപ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പൊരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ അച്ചപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൺഡേ ആയ കാരണം ഉച്ചയ്ക്ക് എന്താ ഇനി ഉണ്ടാക്കുക എന്നല്ലേ. അപ്പോൾ അതാ ചിക്കൻ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കനൊക്കെ വാങ്ങി. സൺഡേ പിന്നെ എല്ലാവരും വീട്ടിലെ സ്പെഷ്യൽ ചിക്കനാണല്ലോ. എല്ലാവരും വീട് എനിക്കറിയില്ല, എൻ്റെ വീട്ടിൽ ചിക്കനാണ് കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് വന്നു. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇട്ടിരിക്കുന്ന ചുരിദാർ സനുക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വാങ്ങിയതാണ്. അതായത് സനുവിനിപ്പോൾ 6 വയസ്സാവാനാണ് കേട്ടോ പോണത്. 6 കൊല്ലമായിട്ടുണ്ട്. അതിപ്പോഴും പുത്തനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അതിൻ്റെ ഷാള് ഭയങ്കര രസമാണ് കേട്ടോ. ആ ഒരു പഴയ ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് തിരഞ്ഞു. ഗാലറിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവസാനം എന്താ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് കേട്ടോ ഞാൻ സെർച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലേ ഇൻസ്റ്റയ്ക്കുള്ള കാരണം ഇങ്ങനെ ഒരു ഗുണമുണ്ട്, നമ്മൾ മുന്നേ പോസ്റ്റ് ചെയ്ത ഫോട്ടോസൊക്കെ ഒരിക്കലും മിസ്സാവില്ല. എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വീഡിയോസൊന്നും മിസ്സാവില്ല. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റയും കൊണ്ട് നല്ലൊരു ഉപകാരം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇൻസ്റ്റയും കൊണ്ട് നല്ല ഉപകാരമുണ്ട്, അതുപോലെ തന്നെ ദുരുപയോഗവും ദോഷവശങ്ങളും ഉണ്ട്. ഈ ഒരു സോഷ്യൽ മീഡിയ പൊതുവെ പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനനുസരിച്ചുള്ള ചീത്ത വശങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ മാത്രം ചിന്തിച്ച് ഈ സോഷ്യൽ മീഡിയ ഒന്ന് ഉപയോഗിച്ച് നോക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.